പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പും തണുപ്പും നിറഞ്ഞ താഴ്വരയിലായിരുന്നു രാഘവന്റെയും സാവിത്രിയുടെയും മാളുവിന്റെയും കുടിൽ. മനോഹരമായ കാഴ്ചയായിരുന്നു അത്. ദൂരെയായി തലയുയർത്തി നിൽക്കുന്ന മലകളുണ്ടായിരുന്നു. ഇടതൂർന്ന കാടുകളുണ്ടായിരുന്നു. അതിലൂടെ തഴുകിയെത്തുന്ന കാറ്റുമുണ്ടായിരുന്നു. പക്ഷേ ഈ സൗന്ദര്യത്തിനു താഴെയായി ഒരു ക്വാറിയുണ്ടായിരുന്നു. അവിടെ വലിയ പാറകൾ വെട്ടിമുറിക്കുന്നു. ഒരു ഭാഗം പ്രകൃതിയുടെ സൗന്ദര്യവും മറുഭാഗം മനുഷ്യന്റെ ക്രൂരമായ ഇടപെടലുമായിരുന്നു. രാഘവന്റെയും കുടുംബത്തിന്റെയും ജീവിതം ഈ രണ്ട് ലോകങ്ങൾക്കിടയിലുള്ള ദുരിതയാത്രയായിരുന്നു. രാവിലെ നേരം പുലരും മുൻപേ രാഘവൻ ഉറക്കമുണർന്നു. ഭാര്യ സാവിത്രി അടുക്കളയിൽ ചായ തിളപ്പിക്കുന്നു. 10 വയസ്സുകാരിയായ മകൾ മാളുകുടിലിന്റെ മൂലയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു. രാഘവന്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നില്ല. അയാളുടെ ശരീരത്തിലെ ഓരോ പേശിയും കഠിനാധ്വാനത്തിന്റെ വേദന വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കൈകളിലെ കറുത്ത പാടുകളും ശരീരത്തിലെ കല്ലുവീണ മുറിപ്പാടുകളും അയാളുടെ ദുരിതജീവിതത്തിന്റെ അടയാളങ്ങളായിരുന്നു. രാഘവൻ സാവിത്രിയോട് പറഞ്ഞു, നേരം വെളുത്തു, ഇറങ്ങേണ്ട സമയമായി. സാവിത്രി മറുപടി പറഞ്ഞു, ഇന്ന് വേഗം വരണം. വയസ്സാം കാലത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നു. കഴിക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് അവർ ചായ മാത്രം കുടിച്ചു. പിന്നെ രാഘവൻ കരിങ്കല്ല് പൊട്ടിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. അതിരാവിലെ തുടങ്ങിയ ക്വാറിയിലെ യന്ത്രങ്ങളുടെ ശബ്ദം താഴ്വര മുഴുവൻ മുഴങ്ങുന്നുണ്ടായിരുന്നു. അതേസമയം സാവിത്രി മാളുവിനെ സ്കൂളിലേക്ക് പോകാനായി ഒരുക്കി. മാളുവിന്റെ ചിരിവീട്ടിൽ അപ്പോഴും ബാക്കിയുണ്ടായിരുന്ന ഏക പ്രതീക്ഷയായിരുന്നു. രാഘവൻ ക്വാറിയിൽ കഷ്ടപ്പെടുന്നതുപോലെ സാവിത്രി വയലിൽ പണിയെടുക്കാൻ പോയി. പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ നീളുന്ന ആ കഠിനാധ്വാനം അവളുടെ ശരീരത്തെ തളർത്തി. മാളു സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ ചെറിയ അരിക്കഞ്ഞിയായിരുന്നു അവർക്ക് ഭക്ഷണം. അങ്ങനെ രാഘവൻ ക്വാറിയിലെ പൊടി നിറഞ്ഞ ലോകത്തും സാവിത്രി ചെളി നിറഞ്ഞ വയലിലുമായി ഒരു ദിവസത്തെ ജീവിതം പൂർത്തിയാക്കി. ഇരുട്ട് വീഴുമ്പോൾ രാഘവൻ തിരിച്ചു വരുമ്പോൾ സാവിത്രി ചോദിക്കുന്ന ഒരേയൊരു ചോദ്യം, ഇന്നെത്ര കിട്ടി എന്നായിരുന്നു. ആ ചോദ്യത്തിന് രാഘവന് മറുപടി പറയാൻ പ്രയാസമായിരുന്നു. ഈ ദുരിതജീവിതം അവരുടെ ചിരി കെടുത്തിക്കളഞ്ഞു. അവർക്ക് പ്രതീക്ഷകളില്ലാത്ത ഒരു ജീവിതമായിരുന്നു. അവർക്കിടയിൽ മാളുവിന്റെ പഠനം മാത്രമായിരുന്നു ഒരു പ്രതീക്ഷയുടെ വെളിച്ചം. ദാരിദ്ര്യം രാഘവനെയും സാവിത്രിയെയും നിശബ്ദരാക്കിയെങ്കിലും അവരുടെ കണ്ണുകളിൽ മകൾക്കുവേണ്ടിയുള്ള സ്വപ്നങ്ങൾ അപ്പോഴും തിളങ്ങിനിന്നു. വയലുകളിലെ കഠിനാധ്വാനം സാവിത്രിയുടെ ആരോഗ്യത്തെ വല്ലാതെ തളർത്തിയിരുന്നു. ഒരു ദിവസം പനിച്ച് അവശയായി വീട്ടിൽ കിടപ്പിലായി. അപ്പോൾ രാഘവൻ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ സാവിത്രിയെ വിശദമായി പരിശോധിച്ച ശേഷം പറഞ്ഞു, അമിതമായി ജോലി ചെയ്തതിന്റെ ക്ഷീണമാണ്. ശരീരത്തിന് നല്ല വിശ്രമം ആവശ്യമാണ്. കുറച്ചുനാൾ പണിക്ക് പോകരുത്. ആ വാക്കുകൾ കേട്ടപ്പോൾ സാവിത്രിയുടെ നെഞ്ചിൽ ഒരു കല്ല് കയറിയതുപോലെയായിരുന്നു. പണിക്ക് പോകാതെ എങ്ങനെ ജീവിക്കും എന്ന ചിന്ത അവളെ വേട്ടയാടി. ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന അവർക്ക് വിശ്രമമെന്നാൽ പട്ടിണിയാണ്. വരുമാനം നിലച്ചതോടെ രാഘവനും വിഷമത്തിലായി. അയാൾക്ക് ക്വാറിയിലെ ജോലി തുടരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ക്വാറിയിലെ പൊടിയും കല്ലുകളുടെ ശബ്ദവും അയാളുടെ ആരോഗ്യത്തെയും സാരമായി ബാധിച്ചിരുന്നു. ആഴ്ചകളോളം സാവിത്രി വീട്ടിലിരുന്നു. ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ അവളെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. മാളുവിന്റെ പഠനം, കുടുംബത്തിന്റെ പട്ടിണി, ഓരോ ദിവസവും ഭാരം കൂടുന്നതുപോലെ അവൾക്കു തോന്നി. എങ്കിലും തളർന്നു പോകുന്നതിനു പകരം അവളൊരു വഴി കണ്ടെത്തി. തൊട്ടടുത്ത ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ആടുകളെ വിൽക്കാനുണ്ടെന്ന് അവൾ അറിഞ്ഞു. രാഘവന്റെ അടുത്തുപോയി അവൾ ആഗ്രഹം പറഞ്ഞു, നമുക്ക് 3 ആടുകളെ വാങ്ങിയാലോ? അവയെ വളർത്തി വിൽക്കുമ്പോൾ നമുക്കൊരു വരുമാനാകും. ആദ്യമൊന്നും രാഘവന് താൽപ്പര്യം തോന്നിയില്ല. കാരണം ആടുകളെ വാങ്ങാനുള്ള പണം അവരുടെ കൈവശമില്ലായിരുന്നു. പക്ഷേ സാവിത്രിയുടെ വാക്കുകളിലെ ആത്മവിശ്വാസം അയാളെ ചിന്തിപ്പിച്ചു. ഒടുവിൽ സുഹൃത്തുക്കളിൽ നിന്ന് ചെറിയൊരു തുക കടം വാങ്ങി അവർ 3 ആടുകളെ വാങ്ങി. പിന്നീട് സാവിത്രിയുടെ ജീവിതം ആടുകൾക്ക് ചുറ്റുമായിരുന്നു. അവൾ അതിരാവിലെ എഴുന്നേറ്റ് അവയെ പരിപാലിച്ചു പുല്ല് മേയാൻ കൊണ്ടുപോയി. അവൾക്ക് രോഗം മാറിയതുപോലെ തോന്നി. ആടുകളോടുള്ള സ്നേഹവും അവയെ വളർത്തി ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആഗ്രഹവും അവളുടെ മനസ്സിന് വലിയ ഉണർവ് നൽകി. ആടുകൾ അവരുടെ ദുരിത ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷയായി വളർന്നു. സാവിത്രി ആടുകളുമായി പുല്ലുമേയാൻ പോയി. രാഘവൻ ക്വാറിയിൽ ജോലിക്ക് പോയതിനാൽ വീട്ടിൽ മാളു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സാവിത്രി പോകുമ്പോൾ മാളു പഠിക്കുകയായിരുന്നു. സാധാരണ വൈകുന്നേരം 4 മണിയോടെ സാവിത്രി തിരിച്ചെത്താറുണ്ടായിരുന്നു. പക്ഷേ ആ ദിവസം 4 മണി കഴിഞ്ഞിട്ടും അവളെ കാണാതെ വന്നപ്പോൾ മാളുവിന് ചെറിയൊരു ഭയം തോന്നി. സമയം 5 മണിയായി, 6 മണിയായി, ഇരുട്ട് വീണു തുടങ്ങി. മാളു ഭയത്തോടെ ക്വാറിയിലേക്ക് ഓടിപ്പോയി. അപ്പോൾ രാഘവന്റെ ഷിഫ്റ്റ് തീർന്നിരുന്നതിനാൽ അയാൾ വീട്ടിലേക്ക് തിരിച്ചു നടക്കുകയായിരുന്നു. അവൾ ഓടിവന്ന് അച്ഛനോട് പറഞ്ഞു,
അമ്മ ഇതുവരെ വന്നില്ല. രാഘവന് ആദ്യം ഒരു ചെറിയ അമ്പരപ്പ് മാത്രമേ ഉണ്ടായുള്ളൂ. പുല്ല് മേയാൻ പോയപ്പോൾ സമയം പോയതറിയാത്തതുകൊണ്ടാവും. അവൾ വഴിയെത്തും എന്നു പറഞ്ഞ് അയാൾ അവളെ സമാധാനിപ്പിച്ചു. എന്നാൽ രാത്രിയായിട്ടും സാവിത്രിയെ കാണാതായപ്പോൾ അവരുടെ ഭയം വർദ്ധിച്ചു. രാഘവന്റെ മനസ്സ് അസ്വസ്ഥമായി. അയാൾ മാളുവിനെ വീട്ടിലാക്കി സാവിത്രിയെ തേടിയിറങ്ങി. ക്വാറിക്കടുത്തുള്ള കാടുകൾ നിറഞ്ഞ വഴിയിലൂടെ അയാൾ നടന്നു. ആ വഴി സാവിത്രി സ്ഥിരമായി പോകാറുള്ളതാണ്. കുന്നിൻ ചെരുവിലെ അവളുടെ ആടുകളെ പതിവായി കാണാറുള്ള സ്ഥലത്തേക്ക് രാഘവൻ നടന്നു. ഇരുട്ട് കാരണം ഒന്നും കാണാൻ കഴിയുമായിരുന്നില്ല. ഭയം അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. ഇടയ്ക്കിടെ കാറ്റിന്റെ ശബ്ദം കേൾക്കുമ്പോൾ സാവിത്രിയുടെ കാൽപ്പാടുകളാണെന്ന് അയാൾക്ക് തോന്നി. ഓരോ നിമിഷവും ഭയം വർദ്ധിച്ചു. രാഘവൻ ഉറക്കെ സാവിത്രിയുടെ പേര് വിളിച്ചു. പക്ഷെ കാടിന്റെ നിശബ്ദതയിൽ ആ ശബ്ദം അലിഞ്ഞുപോയി. കാടിന്റെ ഇരുളിലും രാഘവൻ തളരാതെ മുന്നോട്ട് നടന്നു. പുഴയുടെ അടുത്തുള്ള വഴിയിലെത്തിയപ്പോൾ അയാൾ അവിടെ നിന്ന ഒരു ക്വാറി തൊഴിലാളിയോട് സാവിത്രിയെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. പക്ഷേ അയാൾ അവളെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. നിസ്സഹായനായി രാഘവൻ വീട്ടിലേക്ക് മടങ്ങി. മാളു ഉറങ്ങിയിരുന്നില്ല. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി അച്ഛനെയും അമ്മയെയും കാത്തിരിക്കുകയായിരുന്നു. സാവിത്രിയെ കാണാതായ വാർത്ത കാട്ടുതീ പോലെ ഗ്രാമത്തിൽ പടർന്നു. പുഴയുടെ അടുത്തുള്ള വഴിയിൽ രാഘവൻ കണ്ട ക്വാറി തൊഴിലാളി അവിടെ വേറെയും 2 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മദ്യപാനികളായ അവരുടെ പേര് വേലായുധനും ഭാസ്കരനുമാണ്. അവർ സ്ഥിരമായി അവിടെ മദ്യപിച്ച് വഴക്കുണ്ടാക്കാറുണ്ട്. സാവിത്രിയുടെ തിരോധാനത്തിനു പിന്നിൽ അവർക്കാവും പങ്കെന്നാണ് ഭൂരിഭാഗം ഗ്രാമവാസികളും സംശയിച്ചത്. പക്ഷേ വേലായുധനും ഭാസ്കരനും ഈ വാർത്ത കേട്ടപ്പോൾ അവർ ഞെട്ടിയതായി അഭിനയിച്ചു. എനിക്കൊന്നും അറിയില്ല എന്നു പറഞ്ഞ് അവർ അവിടെ നിന്ന് മാറിപ്പോകാൻ ശ്രമിച്ചു. ഈ സമയത്താണ് വേലായുധന്റെ ഫോൺ റിംഗ് ചെയ്യുന്നത്. ഞങ്ങൾക്കിടയിൽ ഇനി ഒരു രഹസ്യങ്ങളുമില്ല, അയാൾ ഫോണിൽ പറഞ്ഞു. സാവിത്രിയുടെ തിരോധാനത്തിന് ശേഷം അടുത്ത ദിവസം ക്വാറിയിലെ ജോലിക്കാർ ഭയത്തോടെയാണ് ജോലിക്ക് പോയത്. അവൾ സ്ഥിരമായി ആടുകളെ മേയ്ക്കാൻ പോകാറുള്ള സ്ഥലത്തൊരു യുവാവ് അന്ന് രാത്രി സാവിത്രിയുടെ പ്രേതത്തെ കണ്ടതായി വാർത്ത പ്രചരിച്ചു. ഇത് ഗ്രാമവാസികൾക്കിടയിൽ ഭയം വർദ്ധിപ്പിച്ചു. ആളുകൾ കൂട്ടമായി രാത്രിയിൽ പുറത്തിറങ്ങാൻ മടിച്ചു. പക്ഷേ ചിലർ ഇതിനെല്ലാം കാരണം വേലായുധനും ഭാസ്കരനുമാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. ഒരു ദിവസം അർദ്ധരാത്രിയിൽ സാവിത്രിയുടെ പ്രേതം ഒരു സ്ത്രീക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾക്ക് ആദ്യം ഭയം തോന്നിയില്ല, കാരണം സാവിത്രിയുടെ ദുരിതജീവിതം അവൾക്കറിയാമായിരുന്നു. എന്റെ ആടുകൾക്ക് എന്ത് പറ്റിയെന്നെനിക്കറിയില്ല. അവൾ ഭയന്നു ഓടിവന്നപ്പോൾ സാവിത്രിയുടെ ആത്മാവ് അവളെ പുഴയുടെ അടുത്തുള്ള വഴിയിലേക്ക് നയിച്ചു. അവിടെ ആടുകൾ ഭയന്ന് ചിതറി ഓടിപ്പോയിരുന്നു. ആടുകൾ പോയ വഴിയെ സാവിത്രിയുടെ ആത്മാവ് ഒരു നിഴൽ പോലെ പറന്നു നടന്നു. സാവിത്രിയുടെ കുടുംബത്തിന്റെ ദുരിതം കൂടരുതെന്ന് കരുതിയ സ്ത്രീ ഈ വിവരം രാഘവനോടോ മാളുവിനോടോ പറഞ്ഞില്ല. പക്ഷേ അവൾ ഈ വിവരം ഗ്രാമത്തിലെ മറ്റു ചിലരോട് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സാവിത്രിയെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാൻ തുടങ്ങി. അവൾ തിരികെ വരും എന്നുള്ള പ്രതീക്ഷ കുറഞ്ഞു തുടങ്ങിയപ്പോൾ രാഘവനും മാളുവും നിരാശരായി. സാവിത്രിയെ കാണാതായിട്ട് 2 ആഴ്ച കഴിഞ്ഞിരുന്നു. രാഘവനും മാളുവും എല്ലാ പ്രതീക്ഷയും ഉപേക്ഷിച്ചതുപോലെയായി. ഓരോ ദിവസവും അവർക്ക് നീണ്ട വർഷങ്ങളെപ്പോലെ തോന്നി. ഈ സമയം അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നുള്ള 2 യുവതികൾ പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ ഒരു ദുരന്തം കണ്ടു. പുഴയിലെ ഒഴുക്കിൽ ഒരു സ്ത്രീയുടെ ശരീരം ഒഴുകി നടക്കുന്നു. അത് സാവിത്രിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ഭയന്നു വിറച്ചു. അവർ ഓടിപ്പോയി ഗ്രാമവാസികളെ വിവരമറിയിച്ചു. നാട്ടുകാർ കൂട്ടമായി പുഴയുടെ അടുത്തേക്ക് ഓടിവന്നു. പക്ഷേ അവർ സ്ഥലത്തെത്തിയപ്പോൾ ശരീരം അപ്രത്യക്ഷമായിരുന്നു. ഈ സംഭവം നാട്ടുകാർക്കിടയിൽ വലിയൊരു സംശയമുണ്ടാക്കി. ഈ സംഭവത്തിന് തൊട്ടടുത്ത ദിവസമായ യുവതികളിൽ ഒരാളെ സാവിത്രിയുടെ ആത്മാവ് ബാധിച്ചു. അവളുടെ ശരീരത്തിലൂടെ സാവിത്രിയുടെ ആത്മാവ് സംസാരിച്ചു. എന്നെ 2 പുരുഷന്മാർ ചേർന്ന് ആക്രമിക്കുകയും പുഴയിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു. അതിനുശേഷം തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി അവർ എന്റെ ശരീരം കത്തിച്ചു. ആത്മാവ് പറഞ്ഞു. ഈ വാക്കുകൾ ഗ്രാമവാസികളെ ഞെട്ടിച്ചു. ഈ കൊടുംക്രൂരത ചെയ്തവരെ കണ്ടെത്താൻ അവർ ആഗ്രഹിച്ചു. ആത്മാവ് ഒരാടിനെ ഉപയോഗിച്ച് എന്റെ ശരീരം കത്തിച്ച സ്ഥലം കാണിച്ചു. അവിടെ രാഘവന് അവളുടെ വളകളും മറ്റു സാധനങ്ങളും ലഭിച്ചു. രാഘവൻ ആ വളകളും സാധനങ്ങളുമായി പോലീസിനെ സമീപിച്ചു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് ഫയൽ ചെയ്യുകയും വേലായുധനെയും ഭാസ്കരനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സാവിത്രിയുടെ ആത്മാവ് വെളിപ്പെടുത്തിയ സത്യങ്ങൾ രാഘവനെയും പോലീസിനെയും വേലായുധനിലേക്കും ഭാസ്കരനിലേക്കും എത്തിച്ചു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കേസിന്റെ വിചാരണ തുടങ്ങി. സാവിത്രിയുടെ ആത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ സത്യമാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ പോലീസ് കണ്ടെത്തി.
സാവിത്രിയുടെ മൃതദേഹം കത്തിച്ച സ്ഥലത്തുനിന്ന് പോലീസ് കണ്ടെടുത്ത വളകളും മറ്റ് സാധനങ്ങളും രാഘവന്റെ മൊഴിയും നിർണായകമായി. കൂടാതെ സാക്ഷികളായ യുവതികളുടെ മൊഴി കേസിനെ കൂടുതൽ ശക്തിപ്പെടുത്തി. പോലീസിന്റെ അന്വേഷണത്തിൽ വേലായുധനും ഭാസ്കരനും മദ്യപാനികളും സ്ഥിരം പ്രശ്നക്കാരുമാണെന്ന് തെളിഞ്ഞു. ഈ തെളിവുകളെല്ലാം നിരത്തിയപ്പോൾ പ്രതികൾക്ക് കുറ്റം നിഷേധിക്കാൻ കഴിഞ്ഞില്ല. വിചാരണയ്ക്കിടെ വേലായുധൻ നടന്ന സംഭവങ്ങൾ പോലീസിനോട് പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ പെട്ടെന്ന് കുഴഞ്ഞുവീണ് ഹൃദയാഘാതം വന്ന് മരിച്ചു. ഇത് കണ്ട ഭാസ്കരൻ ഭയന്ന് കുറ്റം സമ്മതിച്ചു. കോടതി ഭാസ്കരന് ശിക്ഷ വിധിക്കുകയും ജയിലിലടക്കുകയും ചെയ്തു. വിധിക്ക് ശേഷം നീതി ലഭിച്ചതായി പറഞ്ഞുകൊണ്ട് സാവിത്രിയുടെ ആത്മാവ് കുടുംബത്തെ വിട്ടുപോയി. ആ കുടുംബത്തിന് അവരുടെ ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചു. സാവിത്രിയുടെ ആത്മാവ് കുടുംബത്തെയും ഗ്രാമത്തെയും സംരക്ഷിച്ചുകൊണ്ട് ഒരു നിഴൽ പോലെ അവശേഷിച്ചു. സാവിത്രിയുടെ മരണവും അതിന് ലഭിച്ച നീതിയും ഗ്രാമത്തിൽ വലിയ ചർച്ചാവിഷയമായി. ആ സംഭവം മനുഷ്യരുടെ ക്രൂരതയുടെയുമൊപ്പം ആത്മാവിന്റെ ശക്തിയുടെയും ഒരു ഉദാഹരണമായി മാറി. മദ്യവും മയക്കുമരുന്നും ഒരു മനുഷ്യനെ എങ്ങനെ ക്രൂരമായ കുറ്റവാളിയാക്കി മാറ്റുന്നുവെന്ന് കഥാകാരൻ ഈ അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നു. വേലായുധനും ഭാസ്കരനും ചെയ്ത കുറ്റകൃത്യം സമൂഹത്തിന് ഒരു വലിയ പാഠമായി. ലഹരിയുടെ ഉപയോഗം മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെയെല്ലാം വികലമാക്കുന്നുവെന്നും അത് എന്ത് ക്രൂരകൃത്യങ്ങൾക്കും അവരെ പ്രേരിപ്പിക്കുന്നുവെന്നും എല്ലാവർക്കും മനസ്സിലായി. ഈ ദുരന്തം മദ്യപാനത്തിനെതിരെ ഒരു മുന്നറിയിപ്പായി ഗ്രാമവാസികൾക്കിടയിൽ പ്രചരിച്ചു. കഥാകാരൻ ഈ നോവലിലൂടെ എല്ലാ സ്ത്രീകളോടും ബഹുമാനത്തോടെ പെരുമാറേണ്ടതിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. സ്ത്രീകൾ സമൂഹത്തിന്റെ അഭിവാജ്യ ഘടകമാണെന്നും അവരെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. നോവലിന്റെ അവസാനം എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചിതനായ രാഘവനും മാളുവും പുതിയ ജീവിതം ആരംഭിച്ചു. സാവിത്രിയുടെ ഓർമ്മകൾ അവർക്ക് ഒരു ശക്തിയായി നിലകൊണ്ടു. സാവിത്രിയുടെ ആത്മാവ് നീതിക്കുവേണ്ടി നടത്തിയ പോരാട്ടം അവർക്ക് ഒരു പാഠമായിരുന്നു. അവർ പുതിയൊരു ജീവിതം തുടങ്ങി. സാവിത്രിയുടെ കഥ ഒരു നോവലായി എഴുതി പൂർത്തിയാക്കിയ ശേഷം കഥാകാരൻ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു. താൻ എഴുതിയത് വെറുമൊരു കഥയല്ല, മറിച്ച് സമൂഹത്തിന്റെ ഒരു നേർചിത്രമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ഈ നോവൽ വായിക്കുന്ന ഓരോ വ്യക്തിയും പല ചോദ്യങ്ങളും തന്നോട് തന്നെ ചോദിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. വേലായുധനും ഭാസ്കരനും ചെയ്ത ക്രൂരകൃത്യങ്ങൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സ്വാധീനത്തിൽ സംഭവിച്ചതാണ്. ലഹരി ഒരാളുടെ ചിന്തകളെയും വിവേകത്തെയും എങ്ങനെ നശിപ്പിക്കുന്നുവെന്ന് ഈ കഥയിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. സാവിത്രിയുടെ ജീവിതം അതിജീവനത്തിന്റെയും കുടുംബത്തോടുള്ള സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്നു. അവളുടെ മരണം ഒരു ദുരന്തമായിരുന്നെങ്കിലും അവളുടെ ആത്മാവ് നീതിക്കുവേണ്ടി പോരാടി. ഈ കഥയിലൂടെ അദ്ദേഹം രണ്ട് പ്രധാന സന്ദേശങ്ങൾ നൽകാൻ ശ്രമിച്ചു. ലഹരിയുടെ വിനാശകരമായ ഫലങ്ങളെക്കുറിച്ച്, സമൂഹത്തിൽ സ്ത്രീകളോടുള്ള ബഹുമാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച്. ഓരോ സ്ത്രീയും ആദരിക്കപ്പെടേണ്ടവളാണ്. അവർക്ക് സുരക്ഷിതമായ ഒരു ലോകം നൽകേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. കഥാകാരൻ ഈ ചിന്തകളുമായി ഇരുന്നു. താൻ എഴുതിയ നോവൽ വെറും അക്ഷരങ്ങളല്ല, മറിച്ച് മാറ്റങ്ങൾക്കുള്ള ഒരു ആഹ്വാനമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. സാവിത്രിയുടെ ഓർമ്മകൾ സമൂഹത്തിൽ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സാവിത്രിയുടെ മരണം ഗ്രാമത്തിലെ ഒരു ഓർമ്മപ്പെടുത്തലായി മാറി. കാലം മുന്നോട്ടു പോകുമ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരോട് ഗ്രാമീണർക്ക് വെറുപ്പും ഭയവുമുണ്ടായി. ലഹരിയുടെ ഉപയോഗം കുറയുകയും എല്ലാവരും ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പരസ്പരം സംസാരിക്കുകയും ചെയ്തു. സാവിത്രിയുടെ ഓർമ്മകൾ ഗ്രാമീണർക്കിടയിൽ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവന്നു. സ്ത്രീകളോട് കൂടുതൽ ബഹുമാനത്തോടെ പെരുമാറാനും അവരെ സംരക്ഷിക്കാനും പുരുഷന്മാർ തയ്യാറായി. ഗ്രാമത്തിലെ സ്ത്രീകൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ പുറത്തിറങ്ങാൻ തുടങ്ങി. സാവിത്രിയുടെ കഥ തലമുറകൾക്ക് കൈമാറി. അവളുടെ ധീരമായ പോരാട്ടം ഒരു പാഠമായി എല്ലാവരും ഓർത്തു. രാഘവനും മാളുവും പുതിയ ജീവിതം കെട്ടിപ്പടുത്തു. മാളു വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉയർന്ന ജോലികൾ നേടി. അവൾ ഒരുപാട് സ്ത്രീകളെ സഹായിച്ചു. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച മാളുവിന് സാവിത്രിയുടെ ഓർമ്മകൾ ഒരു ശക്തിയായി. ഒടുവിൽ സാവിത്രിയുടെ ആത്മാവ് സമാധാനത്തിലായി. അവൾ നീതിക്കുവേണ്ടി പോരാടുകയും കുടുംബത്തിന് സംരക്ഷണം നൽകുകയും ചെയ്തു. അവളുടെ ഓർമ്മകൾ ഗ്രാമത്തെ സംരക്ഷിച്ചു. അവളുടെ ഓർമ്മകൾ അവരുടെ പുതിയ ജീവിതത്തിന് വെളിച്ചം നൽകി.